എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ HSIയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. അതിൽ പാർട്ട് 1 44 ക്വസ്റ്റ്യൻ പേപ്പറോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 2 നമ്മൾ ഒരു 150ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി പഠിക്കണം. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. മൈക്രോ ടീച്ചിങ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എന്താണ്? സിമുലേഷൻ. ആൻസർ എന്താണ് വരിക? ഡി ആണ് വരിക കേട്ടോ, സിമുലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്: കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ, ബയോളജിക്കൽ സയൻസ് എൻക്വയറി മോഡൽ. ആൻസർ എങ്ങനെയാണ് വരിക? അതായത് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നുള്ളതിന് ജെറോം എസ് ബ്രൂണർ. നെക്സ്റ്റ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, അതാരാണ്? ഹിൽഡ തബ. നെക്സ്റ്റ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, അതെന്താണ്? ആൻസർ എന്താ വരിക? ജെ റിച്ചാർഡ് സുച്ച്മാൻ. അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ, ഡേവിഡ് ഓസ്ബെൽ. ബയോളജിക്കൽ സയൻസ് എൻക്വയറി മോഡൽ, അതേതാണ് വരിക? ജോസഫ് ഷ്വാബ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് ഈസ്. ഏതാണ് ആൻസർ വരിക? റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, വാലുവേറ്റ്, ക്രിയേറ്റ്. പഠിച്ചു വെക്കുക. ആദ്യത്തെ റിമെമ്പർ ആണ്, പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലെ. റിമെമ്പർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പിന്നെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യുക, പിന്നെ ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ ക്രിയേറ്റ് ചെയ്യുക. അത് പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ദ ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി വിത്ത് വിച്ച് എ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് intended to measure is. ഏതാണത്? റിലയബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following principle is not included in the category of maxims of teaching? Answer A, rational to empirical. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. which of the following is the correct statement? Criterion reference test use dependable ranking method. Formative assessment occur at the end of the instruction. A valid test is reliable. In relative grading, cutoff levels are decided before the start of the program. അപ്പോൾ ഏതാണ്? എ വാലിഡ് ടെസ്റ്റ് ഈസ് റിലയബിൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ആക്ഷൻ റിസർച്ച്? ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന്. ആക്ഷൻ റിസർച്ച് ഈസ് കൺസേൺഡ് വിത്ത് യൂണിവേഴ്സാലിറ്റി ഓഫ് ഫൈൻഡിങ്സ്, അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ കറക്റ്റ് പെയർ: ഓസ്ബെൽ, ഗാർഡനർ, പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ. അതിൽ എങ്ങനെയാണ് ആൻസർ വരിക? ഓസ്ബെല് മീനിങ് ലേണിംഗ് അല്ലേ. പിന്നെ ഗാർഡനർ എന്താ വരിക? ഗാർഡനർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. പിയാഷെ ഏതാണ്? പിയാഷെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ്. ബ്രൂണർ ഏതാണ് വരിക? ഡിസ്കവറി ലേണിംഗ്. ഗാഗ്നെ സിഗ്നൽ ലേണിംഗ് അല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവിംഗ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ഫോർമുലാസ് ഡെമോൺസ്ട്രേറ്റ് വിച്ച് ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി? ആൻസർ ബി, അപ്ലിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചിങ് മോഡൽസ് യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് in the classroom to facilitate group work are? Answer D, social interaction models. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും
കൂടുതൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.